ചോക്കണം കട്ടെ നമ്മൾ മൊത്തത്തിൽ ചോക്കണം. നീയും ചൊന്നോളൂ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് എന്താണ് ഒരു ഫെയർവെൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത് അതും പിന്നെ ഞാനും. അങ്ങനെ പറഞ്ഞ പോലെ നമ്മളിത് ഗെറ്റ് റെഡി വിത്ത് അസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഒരു ലിപ് ബാം ആണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടോണറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം സൺസ്ക്രീൻ നല്ലോണം വേണമല്ലോ, ഭയങ്കര വെയിലല്ലേ. അങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്ലൈ ചെയ്തത് മോയ്സ്ചറൈസറാണ്. പിന്നെ എന്തായാലും പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു തുള്ളി നിലത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ ഡ്രോപ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാന്ന്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ അധികം ഓവറാക്കണ്ട, എന്തായാലും ഇനി നമ്മൾ മാത്രമായിരിക്കും ഓവറായിട്ട് വരുന്നത്. പിന്നെ നമ്മളിതേ കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താന്ന് കുറച്ച് നേരം ആലോചിച്ചു. അതിനുശേഷം ഇതേ നമ്മൾ ബ്ലഷിലോട്ടേക്ക് കിടക്കണം. ബ്ലഷ് മീൻസ് നമ്മൾ കണ്ണിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്, കവിളിലിട്ടിട്ടുണ്ട്, മൂക്കിലിട്ടിട്ടുണ്ട്. മൂക്കിൻ്റെ മേലെയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അതങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിൽ ചോക്കണം. നീയും ചൊന്നോളൂ. നമ്മുടെ ചോപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് പോയി. കണ്ണെഴുതിയപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്. അതിനുശേഷം ഞാൻ എൻ്റെ മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലിപ്സ്റ്റിക് ഇടലിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഞാനിവിടെ മാസിൻ്റെ ഒരു ലിപ് ലൈനറാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ലിപ് ലൈനർ വെച്ചിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മാർസിൻ്റെ തന്നെ ലിപ്സ്റ്റിക് ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ലിപ്സ്റ്റിക് അപ്പോൾ അടുത്തത് ഞാൻ മസ്കാരയാണ് ഇടുന്നത്. മസ്കാര ഇടാൻ വേണ്ടിയിട്ട് വലിയൊരു അറിവൊന്നും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയോ കുത്തിപ്പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ഹെയറിലോട്ടേക്ക് പോകാം. ഹെയർ എന്ന് പറയുന്നത് വളരെ അപ്പം ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വന്നതാണേ. ജസ്റ്റ് ഒന്ന് കേൾ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. അവരവിടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് ഏകദേശം നമ്മുടെ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്തു. രണ്ടാൾക്കാർ മതി, സന്തോഷം. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുങ്ങിയിട്ട് നമ്മൾ കോളേജിലേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വെൽക്കം. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് തന്നതാണ് നമുക്ക് ഈ ഫെയർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്കൊരുപാട് സന്തോഷമായി ഈ ഒരു ഫെയർവെല്ലിൻ്റെ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ. ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അവരിത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു ഒരുപാട്. നമ്മളെല്ലാ മെമ്മറീസും ഉണ്ടായിരുന്നു, ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ ആ ഒരു മെമ്മറീസൊക്കെ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ അവർ കാണിച്ചാൽ കേട്ടോ. അങ്ങനെ അവിടുന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് വാട്ടർമെലൺ ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും കൂടെ ഒക്കെ ഒരുമിച്ച് എടുത്തു. പിന്നെ ഫുൾ അങ്ങോട്ട് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഫെയർവെല്ലിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കാമെന്ന്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.